ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബക്സ് മീഡിയ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൾട്ടർ ആണ്. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് അത്യാവശ്യം അറിയണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പ്രസും അതുപോലെ മൾട്ടും ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ npm ഇൻസ്റ്റാൾ എക്സ്പ്രസ് ആൻഡ് മൾട്ടർ. ഓക്കെ. അപ്പൊ ഈ രണ്ടും നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ npm init ഇത് ആദ്യം അടിക്കേണ്ടതായിരുന്നു. ഓക്കെ. അപ്പൊ npm init അടിച്ചിട്ട് എന്റർ അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പാക്കേജ് ഡോട്ട് ജെയ്സണിൽ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് മെയിൻ ആപ്പ് ഡോട്ട് ജെയ്സ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് കോഡ് ജനറേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ബേസിക് എക്സ്പ്രസ് സെർവർ. ഓക്കെ. പ്ലസ് ഇതിൽ ജനറേറ്റ് ആവണില്ല. അപ്പോ നമുക്ക് കോഡ് തന്നെ അടിക്കാം. കോൺസ്റ്റ് എക്സ്പ്രസ് ടു എക്സ്പ്രസ് ആപ്പ് ആൻഡ് നെക്സ്റ്റ് വേണ്ടത് ഒരു ഗെറ്റ് റൗട്ട് വേണം. ദെൻ നമുക്ക് വേണ്ടത് സെർവർ ആണ്. ലിസൺ ഓക്കെ. ഇപ്പോ ഒരു സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ സെർവർ നമ്മൾ ഒരു 3000 പോർട്ടിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോഡ് മോൺ എടുക്കാം. നോഡ് മോൺ അല്ലെങ്കിൽ ജസ്റ്റ് നോഡ് ആപ്പ് ഡോട്ട് ജേസൺ എടുത്താൽ മതി. നോഡ് മോൺ ഇസ് നോട്ട് റെക്കഗ്നൈസ്. അപ്പൊ നോഡ് മോൺ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നോഡ് മോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് നോഡ് മോണിന്റെ ഡോക്സ് ഇവിടെ എടുക്കുന്നുണ്ടാവും. നോഡ് മോൺ എടുത്തു കഴിഞ്ഞാൽ നോഡ് മോൺ കിട്ടും. സംഭവം തൽക്കാലം നമുക്ക് നോഡ് വെച്ച് റൺ ചെയ്യാം. നോഡ് ആപ്പ് ഡോട്ട് ജേസ് 3000 പോർട്ട് റൺ ആവുന്നുണ്ട്. ഇപ്പൊ 3000 പോർട്ട് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഓക്കെ, ഹലോ വേൾഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ഒരു എന്താ പറയാ HTML റണ്ടർ ചെയ്യിപ്പിക്കാം. ഇപ്പൊ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ ബേസിക് ടെംപ്ലേറ്റ് കോഡ് ഇടാം. ആൻഡ് ഇങ്ങോട്ട് ഫോം വേണം. ഫോം ജനറേറ്റ് ചെയ്യാം. കോഡ് പറയാം. ജനറേറ്റ് ഫോം വിത്ത് നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ. ഇത് ഓക്കെ ആയിട്ടുണ്ട്. റൺ ചെയ്യിപ്പിക്കാം. നമുക്കിവിടെ നോക്കാം. സംഭവം ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റെസ്റ്റ് ഡോട്ട് സെൻഡ് ഫയൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. റെസ്റ്റ് ഡോട്ട് സെൻഡ് ഫയൽ. ഓക്കെ. index.html. ഇനി നമുക്ക് സെർവർ അടുത്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. ഭയങ്കര പണി കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എററാണ് വന്നിരിക്കണം. അപ്പൊ ഈ ഒരു എറർ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോഡ് മോൺ എറർ ഒരു എന്താ പറയാ നമ്മുടെ ടെർമിനലിൽ 2-3 കമാൻഡ് അടിക്കലാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിച്ച് കളഞ്ഞോ. നോട്ട് നോൺ ഇൻസ്റ്റാൾ റിലയബിളി or else I can install nodemon like nodemon npm. നമുക്ക് ഡെവായിട്ട് തന്നെ റൺ ചെയ്യിക്കാതായിരിക്കും നല്ലത്. ഇപ്പൊ ഡെവ് ഡിപ്പെൻഡൻസി ആയിട്ട് നമ്മൾ കയറ്റുവാണ്. ഓക്കെ, ഡെവ് ഡിപ്പെൻഡൻസി ആയിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നോഡ്മോൺ ആപ്പ് ഡോട്ട് ജെസ്. ഓക്കെ, വന്നിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. സോ യാ, 2 ഫീൽഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സബ്മിറ്റ് അടിക്കുമ്പോൾ പോസ്റ്റ് ആവുന്നില്ല. ബിക്കോസ് നമ്മളിവിടെ പോസ്റ്റ് ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ക്ലാപ്പ് ഡോട്ട് പോസ്റ്റ് ജസ്റ്റ് സ്ലാഷിന് കൊടുക്കാം. അല്ലെങ്കിൽ സ്ലാഷ് സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ. സബ്മിറ്റഡ്.
ഓക്കെ, നമുക്ക് ഇവിടെ ഇനി മെസ്സേജ് വരും. ഫോം സബ്മിറ്റ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇനി നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് യു ആർ എൽ എൻകോഡൻ എന്താണ്, അതുപോലെ ഫോം ഡാറ്റ എന്താണ്, അതുപോലെ ജെയ്സൺ എന്താണ്. അപ്പൊ ജെയ്സിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട് നോക്കാവുന്നതാണ്. സോ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് യു ആർ എൽ എൻകോഡൻ എന്താന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ വിൽ ഷോ യു ആപ്പ് ഡോട്ട് ഗെറ്റ്. തൽക്കാലം ബോട്ടിന്റെ പേര് പറഞ്ഞോട്ടെ. സബ്മിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മള് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ്. നമുക്ക് ഇവിടെ കൊറി ആയിട്ട് സാധനങ്ങൾ കിട്ടും. ഇപ്പോ കോൺസ്റ്റ് കൊറി, അതുപോലെ പാസ്വേഡ് അല്ലേ, കോൺസ്റ്റ് പാസ്വേഡ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് പാസ്വേഡ്. ഇത് രണ്ടും പ്രിന്റ് ചെയ്യാം. ഈ നെയിം പാസ്വേഡ് അത് നമ്മൾ ഇവിടെ നെയിമായിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇവിടെ പാസ്വേഡ് നെയിം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡീഫോൾട്ട് മെത്തേഡ് ഗെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് സെൻഡ് അടിക്കാം. റീഫ്രഷ് ചെയ്യാം. സെൻഡ്. അപ്പോ ഫോം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ആൻഡ് നമുക്ക് ഇവിടെ ഒന്ന് നോക്കി കഴിഞ്ഞാല് നമുക്ക് ഇവിടെ കൺസോൾ ലോഗ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ്, കൺസോൾ ഡോട്ട് ലോഗ് പാസ്വേഡ്. ഓക്കെ, കൊറി ആയിട്ടാണ് പോയിട്ടുള്ളത്. സോ വി ഗെറ്റ് ദിസ് തിങ്സ്. അപ്പൊ ഇത് കൊറി ആയിട്ട് പോകുന്നതാണ്. ഇത് ഗെറ്റ് മെത്തേഡിൽ ഫസ്റ്റ് ആയിട്ട് പോകുന്നതാണ്. അതായത് ഗെറ്റിൽ നമ്മൾ ഗെറ്റ് ആയിട്ടൊരു സാധനം ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഡാറ്റ പോവുക. അപ്പോൾ ഗെറ്റ് മെത്തേഡിലായിരിക്കും ഇത് കിട്ടുക. ഓക്കെ, അതായത് ഞാൻ ഇവിടെ ഗെറ്റിലാണ് ഇവിടെ ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. മെത്തേഡ് ഗെറ്റ്, ഇതാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. ഗെറ്റിൽ വിടുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മളിത് മാറ്റി ഇത് കളയാണ്, ഗെറ്റ് മെത്തേഡിന്റെ കളയാണ് മാറ്റി. ഈ ഒരു മെത്തേഡ് പോസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ ഇതിൽ പോകാൻ പോകുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ എൽ എൻകോഡഡ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് ഈ ഡാറ്റ പോകുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കാട്ടിത്തരാം. റീഫ്രഷ് സബ്മിറ്റ്. ഓക്കെ, ഫോം സബ്മിറ്റ് ആയിട്ട് ഇനി നമുക്കിവിടെ ഇൻസ്പെക്ട് ചെയ്തിട്ടൊന്ന് നമുക്ക് നോക്കാം. ഇൻസ്പെക്ട് ചെയ്ത് നെറ്റ്വർക്ക് ടാക്സിൽ പോയിട്ട് ഒന്നുകൂടി ഒന്ന് ഫോം സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ്. അതിൻ്റെ അപ്പോൾ ഇവിടെ ഒരു HTML ഫയലാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് പേലോഡ് നോക്കി കഴിഞ്ഞാൽ നെയിം ഉണ്ട്, അതുപോലെ പാസ്വേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് നമ്മളിവിടെ യു ആർ എൽ ഇമ്പോർട്ടൻറ്റ് വ്യൂ സോഴ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെയിം സാധനം കാണാൻ പറ്റും. ആക്ച്വലി കൊറി ആയിട്ട് പോയ സെയിം സാധനം തന്നെയാണ് ഇതിൽ യു ആർ എൽ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ പോകുന്നത്. പക്ഷേ നമുക്കിവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഈ ഒരു ഡാറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റ് ഡിസ്ട്രക്ചർ ചെയ്തെടുക്കാം. നമ്മുടെ ഇമെയിൽ അല്ല, പാസ്വേഡ് ആണ്. പാസ്വേഡ്. ഓക്കെ, കൺസോൾ പാസ്വേഡ്. ഓക്കെ, പാസ്വേഡ്. അപ്പൊ ഈ രണ്ടും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. റിഫ്രഷ്. റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഈസ് അൺഡിഫൈൻഡ്. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് ബോഡി എന്ന് പറഞ്ഞ സാധനം അൺഡിഫൈൻഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നെയിമും അതുപോലെ ഇതും വെക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഇത് അൺഡിഫൈൻഡ് ആയിട്ട് വരുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഞാൻ കൺസോൾ ഡോട്ട് ലോഗ് റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഒന്ന് കൺസോൾ ചെയ്ത് കാട്ടിത്തരാം. ഓക്കെ, ഫോം സബ്മിറ്റ് സക്സസ്ഫുള്ളി. ബട്ട് ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ അൺഡിഫൈൻഡ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? കാരണം നമുക്കിവിടെ ഈ ഒരു ഡാറ്റ യു ആർ എൽ എൻകോഡഡ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇതൊരു പാഴ്സ് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റ് ഫോർമാറ്റിൽ കിട്ടത്തില്ല. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. അത് ഒബ്ജക്റ്റ് ഫോർമാറ്റിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിഡിൽ വെയർ യൂസ് ചെയ്യണം. ഡോട്ട് യൂസ് എക്സ്പ്രസ് യു ആർ എൽ എൻകോഡഡ് എക്സ്റ്റെൻഡ് ട്രൂ. ഈ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു റിക്വസ്റ്റ് ബോഡി കിട്ടും. കാട്ടിത്തരാം. ബോഡി റിഫ്രഷ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടാ നമുക്ക് ആ ഒരു ഡാറ്റ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ഇനി
ഈ ഒരു സാധനം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റിഫ്രഷ്, യാ വി ഗെറ്റ് ഡാറ്റ. നമുക്ക് ഇങ്ങനെ ഡാറ്റ കിട്ടും. ഇതാണ് ആക്ച്വലി URL എൻകോഡഡ് എന്ന് പറഞ്ഞ ഫോർമാറ്റ്. ഇനി അടുത്ത ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ജെയ്സൺ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇനിയുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഫോം ഡാറ്റയാണ്. ഈ URL എൻകോഡഡ് ആണ് നമ്മൾ മെയിൻലി കോമൺലി യൂസ് ചെയ്യുന്നത്. അതായത് ഫോം സബ്മിഷനിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് URL എൻകോഡഡ് ആണ്. പക്ഷേ ഇതിന് എന്താ പറയാ, ഫയൽസ് കാര്യങ്ങളൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫയൽസ് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ഒരു ഫോർമാറ്റ് ആണ് ഫോം ഡാറ്റ ഫോർമാറ്റ്. ഫോം ഡാറ്റ ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫോം ഡാറ്റ ആയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആക്ഷനിൽ, സോറി ആസെറ്റ് അല്ലേ, മെത്തേഡ് ആസെറ്റ് മൾട്ടി പാർട്ട് ഫോം ഡാറ്റ. Okay, I think this sort of thing. This. Okay, got it. Okay, and try. Beautiful product. നമ്മൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് മൾട്ടി പാർട്ട് ഫോം ഡാറ്റ എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുന്നത്. ഇത് വേറെ രണ്ട് രീതിയിൽ ചെയ്യാൻ, ജാവാസ്ക്രിപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം നിങ്ങൾ നോക്കാം. ഓക്കെ, നമുക്കിതൊന്ന് റിഫ്രഷ് ആൻഡ് സബ്മിറ്റ്. ഇപ്പോൾ സബ്മിറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ജസ്റ്റ് ഒരു URL ഫോർമാറ്റ് ആണ്. ഇതിൽ വരുന്നത് വെബ് കിറ്റ് ഫ്രം ബൗണ്ടറി കുറച്ച് ബ്ലാ 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 ഫോർമാറ്റിലാണ് വരുന്നത്. പക്ഷേ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഫയല് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, ഫോം ഡാറ്റ, നെയിം ഉണ്ട്, നെയിം, അതുപോലെ തന്നെ നെയിമോടെ അതിൽ പാസ്വേഡ്, നമ്മുടെ പാസ്വേഡ്, ആൻഡ് ഇറ്റ്സ് ആൻഡ് ഫോർമാറ്റ്. ആൻഡ് പക്ഷെ നിങ്ങൾക്ക് ബട്ടൺ രണ്ടും അൺഡിഫൈൻഡ് ആണ് വരുന്നത്. വൈ? നിങ്ങൾക്ക് ഇത് അൺഡിഫൈൻഡ് ആയിട്ട് വരാൻ കാരണം ഇതൊരു മൾട്ടി പാർട്ട് ആണ്. ഈ ഒരു ഫോം ഡാറ്റ ഫോർമാറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടില്ല, നമ്മളുടെ URL കോഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ പാസ് ചെയ്യാം, ഇങ്ങനത്തെ ഡാറ്റ ഫോം ഡാറ്റ ഫോർമാറ്റ് ഉള്ള സാധനം എങ്ങനെ പാസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡ്യൂൾ ആണ് മൾട്ടർ. ഓക്കെ, അപ്പൊ കോൺസ്റ്റ് മൾട്ടർ ഈക്വൽ ടു റിക്വയർ മൾട്ടർ. ഫസ്റ്റ് മൾട്ടർ നിങ്ങൾ റിക്വയർ ചെയ്യുക. അതായത് ആ ഒരു സംഭവം എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫോർമാറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റത്തെ മെത്തേഡ് നോക്കാം. അതിനായിട്ട് കോൺസ്റ്റ് അപ്ലോഡ് ഈക്വൽ ടു ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് മൾട്ടർ വെച്ചാൽ മതി. ജസ്റ്റ് മൾട്ടറിനെ വിളിക്കുകയാണ്. അപ്പൊ നമുക്ക് അപ്ലോഡിൽ കുറച്ച് സംഭവങ്ങൾ കിട്ടും. ഞാൻ കാട്ടുതരാം. അത് നിങ്ങൾ പാസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മിഡിൽ വെയർ ആയിട്ടാണ്. അതായത് ഈ ഒരു ഔട്ടിന്റെയും ഈ ഒരു റിക്വസ്റ്റിന്റെ നടുവിലായിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് ഇങ്ങനെ അപ്ലോഡ് ഡോട്ട്, ഇവിടെ ഒരു എന്തോ മിസ്സിംഗ് ഉണ്ടല്ലോ, മൾട്ടർ ഇസ് നോട്ട് എ ഫംഗ്ഷൻ. മൾട്ടർ ഇസ് നോട്ട് എ ഫംഗ്ഷൻ. നമ്മുടെ മൾട്ടർ ഇൻസ്റ്റാൾ ആയില്ല. ഓക്കെ, ഐ തിങ്ക് മൾട്ടർ ഇസ് നോട്ട് ഇൻസ്റ്റാൾഡ്. ഓക്കെ, നമുക്ക് മൾട്ടർ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യാം. npm i മൾട്ടർ ഇൻസ്റ്റാൾ ആയിട്ട് മൾട്ടർ ഐ തിങ്ക് നമ്മളിവിടെ പ്രൊജക്റ്റിന്റെ നെയിമും ഇതും സെയിം ആണ് ഓർത്തത്. അതുകൊണ്ടായിരിക്കാം ഫയൽ അപ്ലോഡ് നാക്കാൻ ഞാൻ അവിടെ എൻ്റെ ഇത് ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ആവാത്തത്. കൺട്രോൾ എസ് സേവ് നമുക്കൊന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്തേക്കാം. അത് ഗൈസ്, അത് ഇൻസ്റ്റാൾ ആവാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്
യാ ഇൻസ്റ്റാൾ ആയിട്ട് ഇവിടെ വേർഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രൊജക്ടിന്റെ പേരും ആ ഒരു പാക്കേജിന്റെ പേരും ഒരിക്കലും സെയിം കൊടുക്കരുത്. അത് സെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവില്ല. ഓക്കെ, അവർ ഇൻസ്റ്റാൾ ആവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ, അതായത് ഈ ഒരു ഫയലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള സോ റൈറ്റ്. ഓക്കെ, ദെൻ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് ഒരു സാധനം റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. ഡോട്ട് നൺ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇത് വെച്ച് നമുക്ക് പാസ് ചെയ്ത് കിട്ടും. ആഹ് നമുക്കിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാല് ഇനി വേറെ നമ്മളിത് റൺ ചെയ്തിട്ടില്ല. സക്സസ്ഫുള്ളി ആൻഡ് വി ഗോട്ട് ഡാറ്റ. അപ്പൊ ഈ ഒരു നൺ എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്ലോഡ് ഡോട്ട് നൺ എന്ന് പറഞ്ഞ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് മാത്രമാണ് ഇതിൽ എനേബിൾ ആവുള്ളൂ. ഫയൽസ് നമുക്ക് എനേബിൾ ആവില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ഡാറ്റ, ഫോം ഡാറ്റ നമ്മൾ എന്താ പറയാ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ മൾട്ടർ വെറുതെ യൂസ് ചെയ്തിട്ട് ഫോം ഡാറ്റ ഒക്കെ ചെയ്യുന്നത്? നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റ് ആയിരിക്കത്തില്ല. മൾട്ടർ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫയൽ അപ്ലോഡിന് വേണ്ടിയിട്ടാണ്. ബൈനറി ഫയൽ അപ്ലോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടർ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോം ഡാറ്റ എന്ന് പറഞ്ഞ ഫോർമാറ്റ് ബൈനറി ഡാറ്റ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോ ബൈനറി ഡാറ്റ എന്താ വെച്ചാല് ജസ്റ്റ് നിങ്ങൾ ഇവിടെ സബ്മിറ്റ് അടിക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു സംഭവം കൂടി ക്രിയേറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഫയൽ ഫയൽ വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ ഓക്കെ ജസ്റ്റ് ഇങ്ങനെ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ നമുക്ക് ഇവിടെ കിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഫയൽ ഇങ്ങനെ കൊടുത്താലും മതി. നോക്കാം, കൺസോൾ നോക്കട്ടെ. അപ്ലോഡ് ചെയ്യും. QR code അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് സക്സസ്ഫുള്ളി. യാ നമുക്കിവിടെ സാധനം കിട്ടുന്നുണ്ട്. നമുക്കിവിടെ QR കോഡ് ഡോട്ട് png ബഫർ ആയിട്ടാണ് ഈ ഡാറ്റ കിട്ടുന്നത്. ഡീഫോൾട്ട് ആയിട്ട് ഇത് ബഫർ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിനക്ക് മനസ്സിലായി സിമ്പിൾ ആയിട്ട് ഫയൽ അപ്ലോഡ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഡോട്ട് സിംഗിൾ ഇങ്ങനെ വെറുതെ യൂസ് ചെയ്താൽ മതി. മൾട്ടർ വെറുതെ ഈ ത്രീ ലൈൻ ഓഫ് കോഡ് കൊണ്ട് നമുക്ക് ഈ മൾട്ടർ കൊണ്ട് ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇനി ഇതിന്റെ അഡ്വാൻസ് ലെവലിലോട്ട് പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് ഇങ്ങനെ ബഫർ ആയിട്ടല്ല വേണ്ടത്. ഓക്കെ, ബഫർ ആയിട്ട് കിട്ടുമ്പോൾ എന്താ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം വേറെ വല്ലയിടത്തും കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഫയൽ കിട്ടുന്നതായിരിക്കും. അതിന്റെ ദോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് എ ബിഗ് ഡാറ്റ, ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പാടാണ്. ഇതിലും പകരം നമുക്ക് നമ്മുടെ സെർവറിനകത്ത് ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതായത് പബ്ലിക് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്ലാഷ് ആ ഒരു ഇമേജിന്റെ പേര് എടുത്തു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇത് കിട്ടും. അതിനായിട്ട് ഞാനൊരു എക്സാമ്പിൾ കാട്ടിത്തരാം. ഒരു മിഡിൽ വരുന്നത് ആപ്പ് ഡോട്ട് യൂസ് എക്സ്പ്രസ് ഡോട്ട് സ്റ്റാറ്റിക് പബ്ലിക്. അതായത് നമുക്കിവിടെ പബ്ലിക് അല്ലെങ്കിൽ അപ്ലോഡ് എന്ന് പറഞ്ഞ അപ്ലോഡ് എന്ന് പറഞ്ഞ ഫോൾഡർ ആക്കാം. പബ്ലിക് മാറ്റി അപ്ലോഡ് ആക്കാം. ഓക്കെ, അപ്ലോഡ്സ് അപ്ലോഡ്സ് ജസ്റ്റ് നെയിമിങ് കൺവെൻഷൻ ആണ്, നിർബന്ധമുള്ള കാര്യമൊന്നും വേണമെങ്കിൽ. ഓക്കെ, അപ്ലോഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അപ്ലോഡ്സ് എന്ന ഫോൾഡറിന്റെ ഉള്ളിലേക്ക് ആണ് എനിക്ക് ഈ ഫയൽസ് ഒക്കെ കയറുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടറിന്റെ അകത്ത് ഫസ്റ്റ് തന്നെ എനിക്ക് ഇങ്ങനെ ചെയ്യാം. നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുക്കാൻ പോവാണ്, DEST ആൻഡ് ദാറ്റ്സ് എ സജഷൻ. ഓക്കെ, സ്ലാഷ് അപ്ലോഡ് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കൊരു ഫയല് റീഫ്രഷ് എടുക്കാൻ ഇവിടെ. ഓക്കെ, വി ഗോട്ട് ദ ഫയൽ. നമുക്കിവിടെ ഫയല് കിട്ടിയിട്ടുണ്ട്. ബട്ട് ദിസ് ഫയൽ ഈസ് നോട്ട്
in the format that we want. This is the buffer format. നമുക്ക് ഈ ഒരു ഫോർമാറ്റിലല്ല വേണ്ടത്. സോ നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലിമിറ്റ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെയല്ല, കുറച്ചും കൂടി എന്താ പറയാ, ഇതൊക്കെ മര്യാദയ്ക്ക് ഒരു ലെവൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ഫയലാണ് വേണ്ടത്, അല്ലെങ്കിൽ ബഫർ ആയിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ഫസ്റ്റ് തന്നെ ലെറ്റ് സ്റ്റോറേജ്, നമ്മുടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്. ഫസ്റ്റത്തെ സ്റ്റോറേജ് ഞാൻ കാട്ടിത്തരാം. ഡിസ്ക് സ്റ്റോറേജ് ഫസ്റ്റ് കാട്ടിയിരുന്നില്ലേ, മറ്റേ മെമ്മറി സ്റ്റോറേജ് കാട്ടിത്തരാം. മെമ്മറി സ്റ്റോറേജ് ആണ് ഡീഫോൾട്ട് മോഡാണ്. എന്നിട്ട് ഇവിടെ ഈ മൾട്ടിലുള്ള ഓപ്ഷൻസിൽ സ്റ്റോറേജ് ഇങ്ങനെ കൊടുക്കാം. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത് കാട്ടിത്തരാം ഞാൻ. ഓക്കെ, ഇങ്ങനെ സ്റ്റോറേജ് കൊടുക്കാം. ഇറ്റ്സ് എ ഡീഫോൾട്ട് സ്റ്റോറേജ്. ഓക്കെ, ഒന്നുമില്ല, ഡീഫോൾട്ട് ആണ്. ഡീഫോൾട്ട് നമുക്ക് സാധാ നമ്മൾ 3 ലൈൻ ഓഫ് കോഡ് ഫസ്റ്റ് പറഞ്ഞത് ആ ഒരു സെയിം ആണ്. അത് വെറുതെ കാട്ടി തന്നതാണ്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കാട്ടി തന്നത്. ദെൻ നമുക്ക് ഇവിടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഡിസ്ക് സ്റ്റോറേജ് ആണ്. നമുക്ക് ഇവിടെ ഡിസ്ക് സ്റ്റോറേജ് എടുത്തു. അതിൻ്റെ ഉള്ളിൽ രണ്ട് ഇതുകളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ 2 ആർഗ്യുമെന്റ്സ് ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ ഒരു ഡിസ്ക് സ്റ്റോറേജ് ഫംഗ്ഷൻ ഉള്ളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ, ഇതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളിൽ 2 ഇതാണ് വരുന്നത്, ഡെസ്റ്റിനേഷനും ഫയലിനെയും. ആൻഡ് ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, അപ്പൊ നമുക്ക് ഡെസ്റ്റിനേഷനും ഫയൽ നെയിമും ആണ് വരുന്നത്. അപ്പൊ ഇതോ രണ്ടുകൊണ്ട് എന്താണ് ഉപയോഗം നോക്കാം. ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫയൽ അപ്ലോഡ് ആവും. അത് ഞാൻ ഫസ്റ്റ് കാട്ടി തരാം. അതായിട്ട് ഇതെന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ QR കോഡ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫയൽ അപ്ലോഡ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് ഈ കോൾ ബാക്ക് തേങ്ങ മാറുന്ന സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഡെസ്റ്റിനേഷൻ ഒന്ന് ഡെസ്റ്റിനേഷൻ ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡെസ്റ്റിനേഷൻ, റിക്വസ്റ്റ്, ഫയൽസ്, കോൾ ബാക്ക്, ഇത് മൂന്നാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതിൽ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ സാധാ റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് നിങ്ങൾ പ്രിന്റ് ചെയ്ത് എന്താണ് വരുന്നത് ആ സംഭവമായിരിക്കും റിക്വസ്റ്റിൽ ഉണ്ടാവുക. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഫയൽസ് ആണ്. ഫയൽ ഓക്കെ, ഞാൻ കൺസോൾ നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ഫയൽ കൺസോൾ ലോഗിയാണ്. ഫയൽ കൺസോൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സാധനങ്ങളായിരിക്കും ഫയൽസിൽ കിട്ടുക. ഫീൽഡ് നെയിം, ഫയൽ ഒറിജിനൽ നിന്നും ശരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു, എൻകോഡിംഗ്, മീൻ ടൈപ്പ് എന്താണ്, ഡെസ്റ്റിനേഷൻ എവിടെയാണ് ഫയൽ സേവ് ആവേണ്ടത്, അതുപോലെ തന്നെ ഫയൽ ഫയൽ നെയിം ഉണ്ട്, ആ സെയിം സംഭവം തന്നെ ആസ് ഒറിജിനൽ നെയിം, ആൻഡ് പാത്ത് എവിടെയാണ് സാധനം സ്റ്റോർ ആയിരിക്കുന്ന സൈസ് എത്രയാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു ഫയൽ എന്ന് പറഞ്ഞ സാധനത്തിൽ കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോൾ ബാക്ക് ആണ്. കോൾ ബാക്കിൽ എന്താണ് നല്ല്, എന്താണ് അപ്ലോഡ്. ഓക്കെ, നല്ല് എന്ന് പറഞ്ഞാല് ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഫംഗ്ഷൻ ആണ്. ആക്ച്വലി ഇങ്ങനെ ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു പേരില്ലാത്ത ഫംഗ്ഷൻ, ജസ്റ്റ് ലൈക്ക് ഓക്കെ, ഇതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ റിസൾട്ട്. ഓക്കെ, ഇഫ് എറർ കൺസോൾ ലോഗ്, ഇഫ് റിസൾട്ട് കൺസോൾ ലോഗ് റിസൾട്ട്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് നള്ളാണ്. നമുക്ക് ഈ ഒരു ഇതിനെ നമുക്കിവിടെ ഇതാണ് ആക്ച്വലി ഇത് നോ എറർ. അപ്പൊ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ആവും, ഈ ഒരു സാധനം പ്രിന്റ് ആവും, റിസൾട്ടിന്റെ അവിടെ ഒന്നും പ്രിന്റ് ആവില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഇവിടെ എറർ പ്രിന്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ എറർ ഞാൻ ഇവിടെ നള്ളായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യും. ഇവിടെ കണ്ടില്ലേ, സെർവർ റീസ്റ്റാർട്ട് ആയി വരുമ്പോൾ നെറ്റ് റീസ്റ്റാർട്ട് ആവാണ്, എറർ വന്നു. ഞാൻ ഇവിടെ ഈ എററിന്റെ അവിടെ നല്ല് കൊടുക്കാൻ റീസ്റ്റാർട്ട് ആയി. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. ഈ ഒരു സെയിം ടൈപ്പ് ഫംഗ്ഷൻ ആണിത്. ഇത് ഇൻസ്പെക്ട് ചെയ്ത് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോർ ഫയലിന്റെ ഉള്ളിൽ കൊണ്ടുവരും. ഇങ്ങനെ ഈ എറർ ഉണ്ടെങ്കിൽ ഈ എറർ
ഇവിടെ പ്രിന്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്ടർ പ്രോസസ് ഇവിടെ ഫയൽ ഉള്ളിൽ പോയിട്ട് എക്സസിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ അപ്ലോഡ് ആക്കും. ഓക്കെ, ദാറ്റ് ഈസ് മൾട്ടർ ടൂൾസ് ഇൻ ദ ഫോർ ലെവൽ. ഓക്കെ, ഇങ്ങനെ ഞാൻ ഒരു സാധനം പ്രിന്റ് ചെയ്തതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് കാട്ടുന്നത്. ഞാൻ തള്ളിയതല്ല, റിയലി ദാറ്റ് വാസ് ഹാപ്പനിങ്. ഈ കോൾ ബാക്കിന്റെ നള്ള് മാറ്റിയിട്ട് ഇവിടെ ഞാൻ എറർ, അല്ലെങ്കിൽ എന്താ പറയാ, ഹലോ ബഗ് സ്റ്റാർ. ഓക്കെ, നമുക്ക് ഇനി ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാം. ഹലോ ബഗ് സ്റ്റാർ ഉണ്ടാ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എറർ വൈൽ അപ്ലോഡിങ് ഫയൽ. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ കാട്ടാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ബ്ലാ 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 ആൻഡ് അവിടെ എറർ വരാണെങ്കിൽ അങ്ങനെ എറർ പ്രിന്റ് ആക്കാം. ഒന്നുകൊണ്ട് റീലോഡ് ചെയ്ത് കാട്ടില്ല, ആ എറർ ഇവിടെ റെസ്പോൺസ് ആയിട്ട് കിട്ടും. എറർ വൈൽ അപ്ലോഡിങ് ഫയൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ നള്ളായിട്ട് കൊടുക്കാം. ഓക്കെ, നല്ല കൊടുക്കാം. ആൻഡ് ഇവിടെ ഫയൽ നെയിം എന്ന് പറഞ്ഞാൽ സെയിം ആസ് ദാറ്റ് ഫയൽ കൺസോൾ ലോഗ് ഫയൽ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം സംഭവങ്ങൾ തന്നെ കിട്ടും. ഫയൽ. ഓക്കെ, ഒരു സെയിം സാധനങ്ങളാണ് കിട്ടുക. സെയിം ആസ് ദാറ്റ് ബി സെയിം. ഓക്കെ, സെയിം സാധനം. ഇതുകൊണ്ട് ഈ ഒരു സംഭവത്തോടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫയൽ നെയിം എന്താണ് പാസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ ഫയൽ നെയിം കസ്റ്റമൈസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ഫയൽ നെയിം. ഓക്കെ, നമുക്കിവിടെ ഫയൽ നെയിം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സെയിം നെയിമിലുള്ള ഫയൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ഓവർ റൈഡ് ആണ്. നമുക്ക് ഓവർ റൈഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കസ്റ്റമായിട്ടുള്ള ഫയൽ നെയിം കൊടുക്കാം. അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റ്, നമുക്ക് അതിന്റെ എക്സ്റ്റൻഷൻ എടുക്കാം. അതായത് ഡോട്ട് എന്താണ്, ഡോട്ട് പി എൻ ജി ആണ്, ഡോട്ട് ആ സംഭവം, ഡോട്ട് എക്സ്റ്റൻഷൻ ടു ഇങ്ങനെ എക്സ്റ്റൻഷൻ വലിച്ചെടുക്കുക. എക്സ്റ്റൻഷൻ വലിച്ചെടുത്തിട്ട് എനിക്ക് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കറക്റ്റ് നമുക്ക് ഡേറ്റ് തന്നെ ഇടാം. ഫയൽ നെയിം ഡേറ്റ്, അല്ലെങ്കിൽ നമുക്ക് ബഗ് സ്റ്റാർ ബഗ് സ്റ്റാർ പ്ലസ് ഡോട്ട് എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ആക്ച്വലി വരുന്നുണ്ടോ നോക്കാം. ഈ ഒരു സാധനം ഞാൻ അവിടെ പാസ് ചെയ്യണം. ഫയൽ നെയിം ഇതിൽ പാസ് ചെയ്ത് നമുക്ക് ഈ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞ ഫയലിന്റെ ഉള്ളിലാണ് കിട്ടുന്നത്. നോക്കാം, അവിടെ കൺസോൾ ഓൺ ചെയ്യുന്നുണ്ട്. റിഫ്രഷ്. ഓക്കെ, നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അപ്ലോഡ് ഫയൽ ബഗ് സ്റ്റാർ. ഓക്കെ, അപ്പൊ ഈ ബഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഈ QR കോഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഫയൽ നെയിം കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇതിന്റെ ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് സാധനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുവാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ആണ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര MB വരെ ഫയൽ സൈസ് വേണമെന്ന് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എത്ര MB വേണം, എത്ര GB വേണം, അങ്ങനെ ആ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് ലിമിറ്റ് വെച്ച് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഫിൽറ്റേഴ്സ് ആണ്. അതായത് എന്ത് ടൈപ്പ് ഫയൽസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കോൺസ്റ്റ് ഫയൽ ഫിൽട്ടർ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഈക്വൽ ടു ഇതൊരു എന്താ പറയാ, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാണ് ചെയ്യേണ്ടത്. ഫയൽ ഫിൽട്ടർ, ഫയൽ ഫിൽട്ടർ. ഓക്കെ, മീം ടൈപ്പ് എന്ന് പറഞ്ഞാൽ PNG ആണോ ഇതാണെങ്കിൽ ട്രൂ കൊടുക്കുക, എറർ ഇല്ല അല്ലെങ്കിൽ എറർ കൊടുക്കുക. ഫയൽ നോട്ട് സപ്പോർട്ടഡ് എന്ന് പറഞ്ഞ് എറർ പാസ് ചെയ്ത് വെച്ചിട്ട് ഇതാണ് ഈ ഒരു ഫയൽ ഫിൽട്ടർ എന്ന് പറഞ്ഞ സംഭവത്തിലുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സിംഗിൾ എന്ന് കൊടുക്കുന്ന പോലെ നമുക്ക് ഇനി ഇതാണ് ഇതിൽ മെയിൻലി ഈ ഒരു വേറൊരു സംഭവം ഫയൽ ഫിൽട്ടർ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ലോഡ്, ഈ അപ്ലോഡിന്റെ ഉള്ളിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഇതിൽ മെയിൻലി വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ എനി വരുന്നുണ്ട്. എനി എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഫയലായാലും ആക്സെപ്റ്റ് ചെയ്യും. അറേ വരുന്നുണ്ട്, ഫീൽഡ്സ് വരുന്നുണ്ട്, പിന്നെ നണ്ണ് വരുന്നുണ്ട്, സിംഗിൾ വരുന്നുണ്ട്. നണ്ണും സിംഗിൾ നമ്മൾ നോക്കിയതാണ്. നമുക്ക് ഫീൽഡ്സ്, അറേ, എനി ഈ മൂന്നാണുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം അറേ നോക്കാം.
അറേ എന്ന് പറഞ്ഞാല് നിനക്കിവിടെ ഒരു ഫസ്റ്റ് ഒരു ഫയൽ നോക്കുകയാണെങ്കിൽ നിനക്കിവിടെ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഈ അറയിലത്തെ ഫയലുകൾ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അതായത് നമ്മളിവിടെ ഫയൽ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. ഇവിടെ ഇൻപുട്ട് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ എന്ന് കൊടുക്കാം. ആൻഡ് നമുക്കിവിടെ ചൂസ് ഫയൽ, രണ്ട് ഫയൽ സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ട്രൂ ആയിട്ടില്ല. മൾട്ടിപ്പിൾ ട്രൂ ആയിട്ടുണ്ട്. രണ്ട് ഫയൽസ് വന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് അറേ ഓഫ് ഫയൽസ് കിട്ടുന്നതായിരിക്കും. അറേ ഓഫ് ഫയൽസ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ രണ്ട് ഫയൽസും കയറിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ അറേ ഓഫ് ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ജസ്റ്റ് അറേയിലുള്ളത്. അറേയിൽ തന്നെ നമുക്ക് ഫീൽഡ്സുകൾ കസ്റ്റമൈസ് വയ്ക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് എത്ര ഫയൽ വരുന്നു, അതുപോലെ മാക്സ് കൗണ്ട് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ട് വെക്കാനായിട്ട് ഫീൽഡ്സ് അങ്ങനെ ഇങ്ങടായിരുന്നു. ഓക്കെ, വെയിറ്റ്, നമുക്ക് മൊബൈലിനോട് ചോദിക്കാം. സെറ്റ് ഫീൽഡ്, ഫയൽ ഇവിടെ 10 ഫയൽ വരെ ഇങ്ങനെ നമുക്ക് എത്ര കൗണ്ട് എന്നൊക്കെ ഇവിടെ വെക്കാൻ പറ്റും. ഇപ്പോ ഫയൽസ് ആണെങ്കിൽ ഫയൽസ് 10 ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. എത്ര വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം കൂടെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് വേറെ സംഭവം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ലാസ്റ്റത്തെ ഇതാണ് ഫീൽഡ്സ്. ഫീൽഡ്സ് എന്ന് പറയുമ്പോൾ ഫീൽഡ്സിന് എക്സാമ്പിൾ നോക്കാം. ഫീൽഡ്സ് ഫീൽഡ്സിൽ ഇവിടെ രണ്ട് ടൈപ്പ് ഫയല് ഒക്കെ വരുമ്പോൾ നമുക്കിവിടെ ഫീൽഡ്സ് യൂസ് ചെയ്യാം. അത് നമുക്കിവിടെ ഒരു സാധനം പാസ് കൊടുത്താൽ മതി. ഫീൽഡ്സ് ഇതിന് പകരം ഒരു സാധനം പാസ് ചെയ്യാം. നമുക്കിവിടെ രണ്ട് ടൈപ്പ് ഫയൽസ് ഇവിടെ ആയിട്ട് പറ്റും. ഓക്കെ, അതായത് ഒന്നിന്റെ ഫീൽഡ് നെയിം പ്രൊഫൈൽ ഇമേജ്, പ്രൊഫൈൽ ഇമേജ് എടുക്കാം. രണ്ടാമത്തെ ഡോക്യുമെന്റ്സ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, രണ്ട് ഫയൽസിന് വന്നിട്ടുണ്ട്. ഒന്നില് ഇറ്റ് ഈസ് നോട്ട്, ഞാനിവിടെ ഫയൽ ടൈപ്പ് മാറ്റുന്നു. ടൈപ്പ് ഫയൽ, ഞാനിവിടെ രണ്ട് ഇമേജ് എടുക്കുവാണ്. അതേപോലെ ഇവിടെ വേറൊരു ഇമേജ് എടുക്കുവാണ്. ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുവാണ്. ഇവിടെ എന്തെങ്കിലും കുഴപ്പമില്ല. ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് അറേ ഓഫ് ഒബ്ജക്ട്സ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻലി ഈ ഒരു സംഭവത്തിലുള്ളത്. പിന്നെ കുറച്ചും അഡ്വാൻസ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് തന്നെ അത്യാവശ്യം അഡ്വാൻസ് ആയി പോയി, കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണാൻ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ യു സൂൺ ആൻഡ് ടേക്ക് കെയർ.